ഹലോ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ് സാമ്പാറിനൊക്കെ അങ്ങ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ, അതൊക്കെ ഉണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് കുറച്ച് പയർ ഒക്കെ വെക്കണം. പയറിൻ്റെ തോരനാണ് കേട്ടോ, വൻപയർ തോരൻ വെക്കാമെന്ന് കരുതിയത്. ഞാൻ തലേന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ആദ്യം വെച്ചത്. സാമ്പാർ ഓൾറെഡി ഞാൻ തലേന്ന് തന്നെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ചൂടാക്കി മസാലയൊക്കെ ചേർത്തെടുത്താൽ മതി. പിന്നെ പയർ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ തലേന്നേ കുറച്ച് കുതിർക്കാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വേവും. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ച് വെക്കാമെന്ന് കരുതി കേട്ടോ. അതിങ്ങനെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ട് ബാക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കടുവും താളിച്ചെടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തു കേട്ടോ. നല്ല മഴയും തണുപ്പാണ്, എനിക്ക് നല്ല ജലദോഷവും കാര്യങ്ങളും ഒക്കെ ആ രീതിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അങ്ങനെ ഭയങ്കര തുമ്മലും ബുദ്ധിമുട്ടും ബോഡി പെയിനും അങ്ങനെ ഒക്കെ ആയാൽ തന്നെ ഞാൻ രാവിലെ ഒരു നല്ലൊരു ഫ്രഷ് മൈൻഡായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എണീറ്റ് ജോലികളൊക്കെ അങ്ങ് ചെയ്യാൻ തോന്നിയിട്ട് അങ്ങനെ രാവിലെ ഞാൻ ചാടി എണീറ്റ് കേട്ടോ. പിന്നെ രാവിലെ തന്നെ നല്ല ബ്ലാക്ക് കോഫി കുടിക്കാമെന്ന് കരുതി. കട്ടൻ ചായ ഇപ്പോൾ രാവിലെ എണീറ്റാൽ കുടിക്കാൻ തോന്നത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ ബ്ലാക്ക് കോഫിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉടച്ച സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സിപ്പ് ചെയ്ത് ബ്ലാക്ക് കോഫിയും കുടിച്ചിട്ട് ബാക്കിയുള്ള പണികളെല്ലാം എടുക്കാമെന്ന് കരുതി. എന്തായാലും രാവിലെ എനിക്ക് നല്ലൊരു എനർജി കിട്ടി. എന്നുവെച്ചാൽ വെളുപ്പാൻ രാവിലെയാണ് കേട്ടോ, ഞാൻ ജനൽ പോലും തുറന്നില്ല. ഈ കൊച്ചു പ്രാണികളും കൊതുകൊക്കെ ഇങ്ങനെ അകത്തോട്ട് കയറി വരും. അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ തുറന്നില്ല കേട്ടോ, കുറച്ചധികം കഴിഞ്ഞിട്ടാണ് കേട്ടോ ജനലൊക്കെ തുറന്നത്. നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തല്ലേ പറ്റൂ. അതേപോലെ തന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസില്ല കേട്ടോ. ഒരു സമയമൊക്കെ എന്ന് വെച്ചാൽ ഒരു നേരമൊക്കെ വെളിയിൽ നിന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് 3 നേരം കഴിക്കേണ്ടി വന്നാൽ കഴിച്ചേ പറ്റൂ. പക്ഷേ എനിക്ക് കഴിക്കുന്നതിനോടോ എൻ്റെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്നതിനോടോ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് കുറവുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല അല്ലെങ്കിൽ കഴിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ, ഞാൻ മാത്രമല്ല. നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴി വന്നാലോ ഒക്കെ എന്താണെങ്കിലും നമ്മൾ നമ്മുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ക്ലിയർ എന്താ പറയുന്നത് ഫുഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കും. പിന്നെ ചില സമയങ്ങൾ അത്രത്തോളം എണീക്കാൻ വയ്യാത്ത സമയങ്ങളാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഒന്നും ഉണ്ടാക്കാതിരിക്കും. പിന്നെ വീട്ടിലാരും ഇല്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ അങ്ങനെ നമ്മുടെ തോരനും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഞാൻ കടുവൊക്കെ താളിച്ചിട്ട് ഈ തോരനും ഇട്ട് പിന്നെ അതിൻ്റെ അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയും എടുത്ത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം ഒന്നും ഇങ്ങനെ എടുക്കാതിരുന്നത്. പിന്നെ കുറച്ച് നെത്തോലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ നെത്തോലി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, കുറച്ചധികം ഇരിപ്പുണ്ട്. പിന്നെ അത് നാളെ എങ്ങാനും പീര പറ്റിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് ഫസ്റ്റ് ചോറ് കൊടുത്ത് വിടണമല്ലോ. രണ്ടാൾക്കും ചോറ് കൊടുത്ത് വിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നുള്ളി എടുക്കാനുണ്ട്. നിങ്ങളെങ്ങനെ ഇത് ക്ലീൻ ചെയ്യുന്നതെന്ന് കമൻറ്റ് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ടേക്കണം കേട്ടോ. ഞാനിങ്ങനെ കൈക്ക് നുള്ളി എടുക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ചിറകും വാലും തലയും എല്ലാം പിരുത്ത് എൻ്റെ വയറും ക്ലീൻ ചെയ്യാൻ പറ്റും. കൈ കൊണ്ട് തന്നെ ഞാനിതെല്ലാം ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ അവിടെ കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ ജനലൊക്കെ തുറന്നു കേട്ടോ. ഇത് രാവിലെയാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് അധികം വെളുത്തതിന് ശേഷമാണ്, നേരം വെളുത്തതിന് ശേഷം. പിന്നെ നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ ഇങ്ങനെ പുളിച്ച് പൊന്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലി തട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതും കൂടെ അങ്ങ് ചുട്ടെടുക്കാൻ നേരത്തെ കേട്ടോ. ബാക്കി നമ്മുടെ എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. സാമ്പാറായി, തോരനായി, പിന്നെ നമ്മുടെ നെത്തോലി ഫ്രൈയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ മീൻകറി ഓൾറെഡി ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ ഈ തട്ടിലേക്ക് എല്ലാ മാവും കോരി ഒഴിച്ചിട്ട് പിന്നെ അതൊക്കെ റെഡിയാക്കി എടുത്ത്, അപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി എടുത്ത് ചോറും കൊടുത്ത് വിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. എല്ലായിടവും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേറെ പുറത്തുള്ള പരിപാടി, റൂം, ഹാള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൂക്കി പറക്കിയൊക്കെ ഒതുക്കി സെറ്റാക്കി. മോനുണ്ടായിട്ട് അവൻ കളിച്ചിട്ടൊക്കെ അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടും. അങ്ങനെ ഒരു കളിപ്പാട്ടത്തിൻ്റെ നിരയാണ് കേട്ടോ ഈ റൂമിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂക്കുകയും വേണം.
അപ്പോൾ അങ്ങനെ ഈ ഒരു അടുക്കളയൊന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. ശേഷം ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യണം. പിന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയും തണുപ്പും. പിന്നെ നിങ്ങൾ അയ്യെന്നൊന്നും പറയില്ല കേട്ടോ, ഞാൻ എല്ലാ ജോലി ഒതുക്കിയിട്ടാണ് ഞാൻ പല്ലൊക്കെ തേക്കാനിരുന്നത്. പിന്നെ ഒരു ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിക്കാമായിരുന്നു. അങ്ങനെ ചായയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണ്, സപ്പോർട്ട് ചെയ്യാം.